ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്കിടയിലാട്ടോ. ഡി എൽ കളക്ഷൻ ആയിരുന്നു. വന്നപ്പോൾ ഒരു ഐറ്റം കണ്ണിൽപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ഇത് കണ്ടോ, കോലിഞ്ചിയുടെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ്. സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 3-4 എണ്ണം കൊണ്ട് പറിക്കട്ടെ. പറിക്കണമെങ്കിൽ ഇച്ചിരി റിസ്ക് ഉണ്ട്. ഓടിച്ചൊക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ ബലമില്ലായ്മ കൊണ്ടാണോ അതോ വേറെന്തെങ്കിലും കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതാ ഞാൻ 2-3 എണ്ണം പറിച്ചിട്ടുണ്ട്. നോക്കി, നല്ല റെഡ് കളർ. അപ്പോൾ ഇതെന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ തലയിലെ താരം പോകാനും ഇച്ചിങ് ഇറിറ്റേഷൻസും എല്ലാം മാറാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷാമ്പു ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നൊരു സാധനം കേട്ടോ. ഇത് നമ്മുടെ താരൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുരുക്കൾ വരും. എന്ന് വെച്ചാൽ താരം നമ്മുടെ തലയിൽ നിന്ന് വീണിട്ട്. അപ്പോൾ അതിനായാലും ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കുക. ഇതുണ്ട് ഈ ജെല്ല്. ഇതാണ് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുണ്ടോ. അപ്പം ഇത് തന്നെ എടുത്ത് നമ്മുടെ നെറ്റിയിൽ ഇവിടെയൊക്കെ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കുരുക്കളും മാറിക്കിട്ടും, നമ്മുടെ അവിടുത്തെ ഇറിറ്റേഷനും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ എവിടെയെങ്കിലും പരിസരത്തോ എവിടെയെങ്കിലും വീടിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 1-2 എണ്ണം മതിയാവും. ഒരാൾക്ക് ഈ 2 എണ്ണമൊക്കെ ധാരാളമാണ്. ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ തല നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കാൻ ഇത് 2 എണ്ണം ഒരു ദിവസം മതിയാവും. അപ്പോൾ ഒരുപാടൊക്കെ ഉള്ളവർ ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ചൊക്കെ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ചെന്നാന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇതുണ്ടോ, കുറേ വിളഞ്ഞ്. ഇതുണ്ട്, ഇതിനകത്തൊരു വിത്തൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഒത്തിരി വിളഞ്ഞു പോയതാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ വിത്തിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇതാണ്ട്, ഇതതിൻ്റെ വിത്ത്. ഈ വിത്തിട്ടാൽ കിളിക്കുമായിരിക്കും, അറിയത്തില്ല. നമ്മളതൊന്നും പരീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ ഷാമ്പു പോലെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു കിഴങ്ങ്. ഈ കിഴങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിത്തായിട്ട് മുളച്ച് വരുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കൊണ്ടൊരു അരിയുണ്ട്, അത് കിളിക്കുമോ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതിനുള്ളിലൊരു കറുത്തൊരു വിത്ത് പോലുള്ള സാധനം നമ്മൾ കണ്ടു, അത് ഞാൻ പറഞ്ഞു. ഇതാണ് ശരിക്കും ഇതിൽ നിന്ന് കിളിച്ച് വരുന്നത്. കണ്ടോ, നോക്ക്. അപ്പം ഇത് ഞാൻ പറിച്ചെടുക്കുക കേട്ടോ. വീട്ടിൽ നമുക്കൊരു ചാക്കിനകത്ത് വെള്ളം വെച്ച് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.